അവർ തമിഴ്നാട്ടിലേക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. വി ആർ ആഫ്റ്റർ ദം. പ്രസ് കോൺഫറൻസിന് ശേഷം സൈമണും സുഭാഷും ജയപ്രതാപും മറ്റ് ചില സുഹൃത്തുക്കളും ചേർന്ന് വിഴിഞ്ഞത്തെ ഒരു പ്രൈവറ്റ് റിസോർട്ടിൽ ഒരു സെലിബ്രേഷൻ പാർട്ടിയിലായിരുന്നു. ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് സൈമണും സുഭാഷും ചേർന്ന് സുഭാഷിന്റെ വണ്ടിയിൽ അവിടെ നിന്ന് പുറപ്പെടുന്നത്. ജയപ്രതാപ് മറ്റു സുഹൃത്തുക്കളെ അവിടെ നിന്ന് യാത്രയാക്കിയതിനു ശേഷം സൈമന്റെ വണ്ടിയിൽ ഫോളോ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. റിസോർട്ടിലെ സ്റ്റാഫിന്റെ മൊഴികളിൽ നിന്നാണ് നമുക്ക് ഈ പിക്ചർ കിട്ടിയിരിക്കുന്നത്. സോ താൻ സംശയിക്കുന്നത് ജയപ്രതാപിനെയും പാറമട സുഭാഷിനെയുമാണ്? അങ്ങനെ പറയാനാവില്ല സർ. ഈ കേസിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ലൈക്ക് സൈമന്റെ മരണമൊഴി. അയാൾ ജയപ്രതാപനെയോ സുഭാഷിനെയോ നെയിം ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയുടെ പിൻ സീറ്റിലുള്ള ബ്ലഡ് സ്റ്റെയിൻസ്. സൈമൺ മരണപ്പെട്ടത് വണ്ടിയിൽ നിന്നും ഏതാണ്ട് 5.5 മീറ്റർ അകലെയാണ്, ഇൻ എ പൂൾ ഓഫ് ബ്ലഡ്. പിന്നെ എങ്ങനെ വണ്ടിയുടെ പിൻ സീറ്റിൽ രക്തക്കറയുണ്ടായി? അയാളുടെ ബോഡിയിൽ നെഞ്ചിനും അടിവയറിനും ഇടയിലായി 3 കുത്തുകളുണ്ട് ഫ്രം ദ സെയിം വെപ്പൺ. പക്ഷെ കഴുത്തിന് താഴെ there is a razor sharp slit. ഏയ് ഡോണ്ട് ബി സില്ലി. ഒന്നിലധികം പേർ ചേർന്ന് ഒരാളെ ആക്രമിക്കുമ്പോൾ മുറിവുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയല്ല സർ. വയറ്റത്തുള്ള കുത്തുകൾക്ക് ഒരു റാൻഡം സ്വഭാവമുണ്ട്. പെട്ടെന്ന് നടത്തിയ ക്രൂഡായ ഒരു ആക്രമണം. പക്ഷെ കഴുത്തിലെ മുറിവ്, ദാറ്റ്സ് എ കാൽക്കുലേറ്റഡ് പേർപ്പസ്ഫുൾ സ്ലാഷ്. തികച്ചും വ്യത്യസ്തമായ മാനസികാവസ്ഥയിലുള്ള 2 പേർ ചേർന്നാണ് സൈമണെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ ജനസിൽപ്പെട്ട ജയപ്രതാപും സുഭാഷും തമ്മിൽ അത്തരമൊരു വ്യത്യാസമില്ല സർ.